മക്കളെ, അപ്പോൾ ഇത് മിസ് വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടോ. നമ്മൾ 7th എന്താ മക്കളൊക്കെ എക്സാം എഴുതാൻ പോലെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു ചാപ്റ്റർ ആണ് ആസിഡ് ആൻഡ് ബേസ് അല്ലേ. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് നോക്കി ആസിഡ് ഇൻ ഫുഡ് ഐറ്റം. നമ്മളെ ഭക്ഷണത്തിലുള്ള ആസിഡുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. വീര്യം കൂടിയൊന്നുമല്ല, കുറഞ്ഞ ആസിഡാണ്. അപ്പം നോക്കാം അല്ലേ. നോക്കടാ, ഇവിടെ കേട് കാണുന്നുണ്ട്. കേടിലെ ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. കേടിലെ ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ദെൻ എന്താണ്, നിങ്ങൾ വിനെഗർ കാണുന്നില്ലേ? വിനെഗർ നിങ്ങൾക്ക് അറിയില്ലേ? വിനെഗറിൽ അസിറ്റിക് ആസിഡ് ആണ് കേട്ടോ ഉണ്ടാവുക. വിനെഗറിൽ അസിറ്റിക് ആസിഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ സിട്രിക് അല്ലേ. സിട്രിക് എന്തിലാ? ലെമണിലായിരിക്കും സിട്രിക് ആസിഡ് ഉണ്ടാവുക. ഓക്കെ, ദെൻ എന്താണ്? പുളി അല്ലേ, ടെർട്ടാറിക് ആസിഡ്. പുളിയിൽ എന്താണ്? ടെർട്ടാറിക് ആസിഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇനി എന്താണ്? ആപ്പിൾ, നല്ല മധുരമുള്ള ആപ്പിൾ എന്ന് ഓർമ്മിക്കുക, മാലിക് ആസിഡ്. ദെൻ എന്താണ്? ഗൂസ്ബെറീസ്, അതായത് നെല്ലിക്ക, എന്താണ്? അസ്കോർബിക് ആസിഡ്. ഓക്കെ, ഇനി നമ്മളെ തക്കാളി അല്ലേ, ടൊമാറ്റോ, ഓക്സാലിക് ആസിഡ്. ടൊമാറ്റോ എന്താണ്? ഓക്സാലിക് ആസിഡ്. അപ്പം മക്കൾ ചെയ്യേണ്ട കാര്യം നോക്കിയേ, മിസ് ആദ്യം എന്ത് പറഞ്ഞിട്ടുണ്ടടാ? ലാക്റ്റിക് ആസിഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളെ കേടിലുള്ള ഈ ഒരു ലാക്റ്റിക് ആസിഡ് ഏതോ ഒരു ബാക്ടീരിയ ഉണ്ട് അല്ലേ, നമ്മൾ പാലിനെ തൈരാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏതോ ഒരു ബാക്ടീരിയ. അത് ഏത് ബാക്ടീരിയ ആണെന്ന് അറിയില്ലേ? ഏത് ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുക? അറിയാമെങ്കിൽ എന്ത് ചെയ്യുക? മിസ്സിൻ്റെ മക്കൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ഷുവറായിട്ട് നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.